ഓരോരുത്തരുടെ അവകാശമാണ് അവനവൻ്റെ ശരീരത്തെ ഏത് നിലയ്ക്ക് സൂക്ഷിക്കണം, ഞാൻ എങ്ങനെ എന്നെ ആളുകൾ കാണണമെന്ന് എനിക്കാണല്ലോ തീരുമാനിക്കാനുള്ള അവകാശം. സ്വാഭാവികമായും ആ അവകാശമുള്ളത് കൊണ്ടും തരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതി ഉള്ളവർ ആ നിലയ്ക്കുള്ള ചികിത്സാ രീതികളിലേക്കൊക്കെ കടക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് നേരത്തെ ഡോക്ടർ പറഞ്ഞ കാര്യം തന്നെയാണ്. ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും കൃത്യമായി ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഡോക്ടറെ തന്നെ സമീപിച്ച് മാത്രം വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ഈ കുട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ ഫാറ്റ് എംബോളിസം എന്ന് പറയുന്ന പ്രശ്നം, അത് 0.1% മാത്രമേ ഇത്തരം സർജറികളിൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അത് ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യം, ഗുരുതരമായ അണുബാധ ഉണ്ടായി എന്ന്. ഈ കൊഴുപ്പ് രക്തപ്രവാഹത്തിൽ ഇങ്ങനെ പ്രവേശിച്ചിട്ട് ശ്വാസകോശത്തിലോ മറ്റു സ്ഥലങ്ങളിലേക്കോ ഒക്കെ ചെന്ന് ഡെപ്പോസിറ്റ് ആവുക, തലച്ചോറിലേക്ക് എത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അത് ഈ അപകടങ്ങളുടെ തുടർച്ചയിൽ ഇതിന് സമാനമായ സാഹചര്യങ്ങളൊക്കെ ആളുകൾക്ക് സംഭവിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഇതും. അപ്പോൾ അതിൽ ഏറ്റവും സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു ചികിത്സ തന്നെയാണ്. ഇത്തരം ലാഘവബുദ്ധിയോടെ ഡോക്ടർമാരും ഇത് വളരെ ലാഘവബുദ്ധിയോടെ എടുക്കും. കാരണം ഇത് വളരെ 1 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന കേസേ ഉള്ളൂ, നിസ്സാര കേസ് എന്നുള്ള മട്ടിലാണ് അവരും ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഒരു വ്യക്തിയുടെ ജീവനാണ്, അയാളുടെ ജീവിതം എല്ലാ കാലത്തേക്കും മാറി മറിയുന്ന ഒരു സംഗതിയാണ് എന്നുള്ള കരുതൽ ഈ ആശുപത്രികൾക്കും വേണം എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അതില്ലാതിരിക്കുന്നതാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണം. അല്ലാതെ ഇതെല്ലാം നാളെ അങ്ങ് നിരോധിച്ചു കളയണം, ഈ രീതിയിൽ ചെയ്യുന്നത് വലിയ അപകടമാണ് എന്നുള്ള ഒരു സംഗതിയൊന്നുമല്ല.